ഹലോ ഫ്രണ്ട്സ്, വാട്സപ്പ്, വെൽക്കം ബാക്ക് ടു ഷെർലോക്ക് 360. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മെയ് മാസം 3-ന് നമ്മുടെ ഫീമെയിൽ ഡോഗ് എലീസ ഡെലിവറി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരേ ഒരു പപ്പീനെയാണ് കിട്ടിയത്. അത് മെയിൽ പപ്പിയാണ്. കാണാൻ അത്യാവശ്യം നല്ല ക്യൂട്ടാണ്. ഫുൾ ബ്ലാക്ക് വരുന്നുണ്ടെങ്കിലും കഴുത്തിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു വൈറ്റ് ഷെയ്ഡും വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് മെയ് 6 അപ്പോൾ നമുക്ക് ഡോഗ് ഡെലിവറി കഴിഞ്ഞിട്ടിപ്പോൾ 3 ദിവസമായിട്ടുണ്ട്. അപ്പോൾ എത്രാമത്തെ ദിവസമാണ് ഇതിൻ്റെ കണ്ണ് തുറക്കുക എന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ, അതായത് പട്ടിയെ വളർത്തിയിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് എത്രാമത്തെ ദിവസമാണ് ഈ പപ്പീസ് കണ്ണ് തുറക്കുന്നതെന്ന് അറിയാമെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീട്ടിലെ ഡോഗ് ഡെലിവറി ആവുന്നത്. ഇപ്പോൾ നമ്മുടെ എലീസയുടെ ഫ്ലാഷ് ബാക്ക് പറയുകയാണെങ്കിൽ, എനിക്ക് അവളെ കിട്ടുമ്പോൾ 2 മാസം കണ്ട പ്രായമുള്ളായിരുന്നു. ആരോ വഴിയരികിൽ ഉപേക്ഷിച്ചിരുന്നതായിട്ടാണ് കണ്ടത്. അത് നമ്മുടെ പഴയ വീഡിയോസിൽ പോയി നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ എനിക്ക് അന്ന് വഴിയിൽ നിന്ന് കിട്ടിയതാണ് അവളെ. പക്ഷേ ഇപ്പോൾ ഈ സെപ്റ്റംബർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഡോഗിനെ കിട്ടിയിട്ട് 1 വർഷമാവും. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡോഗിന് 1 വയസ്സ് പോലും ആവുന്നതിന് മുന്നേ ആയിട്ടാണ് ഇതിൻ്റെ ഡെലിവറി കഴിഞ്ഞത്. ഇടയ്ക്ക് നമ്മൾ ഡോഗിനെ അയച്ചു വിടുമായിരുന്നു. അപ്പോൾ ഏതോ ഒരു നാടൻ ഡോഗുമായിട്ട് ക്രോസ് ആയിട്ട് കിട്ടിയ ഒരു കുഞ്ഞാണിത്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 1 ഇയറൊക്കെ കഴിഞ്ഞ് ഇത് അത്യാവശ്യം ഹെൽത്തി ആയി കഴിയുന്ന സമയത്ത് നമ്മൾ ഒരു ഫുൾ ബ്ലാക്ക് GSD അഥവാ ജർമ്മൻ ഷെപ്പേർഡ് ഡോഗുമായിട്ട്, ഒരു മെയിൽ ഡോഗുമായിട്ട് ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങൾ സെറ്റാക്കിയാലോ എന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ ആയിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ പപ്പി വളരെ സ്പെഷ്യലാണ്. അത് മെയിൽ പപ്പി കൂടി ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നമ്മളൊരു ഫ്രിഡ്ജ് ബോക്സ് സെറ്റാക്കിയിട്ടുണ്ട്. ഈ 3 ദിവസവും താഴെ നമ്മളൊരു ചണച്ചാക്കും അതേപോലെ ഒരു കറുത്ത തുണിയും വെച്ചിട്ടാണ് നമ്മൾ ഡോഗിനെ കെയർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മളൊരു ഫ്രിഡ്ജ് ബോക്സിലോട്ട് അതിനെ മാറ്റുകയാണ് ഉണ്ടായത്. കാരണം സേഫായിട്ട് അതിൽ കിടന്നോളുമല്ലോ. പിന്നെ പപ്പിയും ഡോഗും കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ നമ്മൾ ഫ്രിഡ്ജ് ബോക്സിൽ ആദ്യം ചണച്ചാക്കിയിട്ട് അതിന് മുകളിൽ തുണിയിട്ടിട്ട് അതിനൊരു ഷെൽട്ടർ പോലെ നമ്മൾ തൽക്കാലം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോസിൻ്റെ അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.